അരവിന്ദൻ വിഷം കഴിച്ചതിന് കാരണം ഈ പെണ്ണ. ശരീരം മുഴുവൻ വിഷമുള്ള ജന്തു. ഇവളെ പോലെ ഒരുത്തി അവനെ കല്യാണം കഴിച്ചു കൊടുത്ത് ഇപ്പൊ നീ തന്നെ അവന്റെ കാലിനായിട്ട് നിൽക്കുക. വീണ്ടും ഞാൻ പറയാ, ഒട്ടും വൈകിട്ടില്ല. ഈ നിമിഷം ഇവിടെ വലിച്ചു പുറത്തെറിഞ്ഞ അരവിന്ദന് ജീവിതം രക്ഷപ്പെടും. അവന്റെ ജീവനും തിരിച്ചു കിട്ടും. ഇതാണ് റൈറ്റ് ടൈം. ഇപ്പൊ ഇവിടുന്ന് ഞാൻ ഇറങ്ങിപ്പോയാ എല്ലാം കൂടി പരസ്പരം തല്ലിക്കോളും. പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകും. അതാണല്ലോ എനിക്കും വേണ്ടത്. ഞാൻ പറഞ്ഞൊന്നും നീ കേട്ടില്ലേ? നീയായിട്ട് പോകുന്നോ അതോ ഞാൻ പിടിച്ച് പുറത്താക്കണോ? വേണ്ട, അങ്കിള് ബുദ്ധിമുട്ടണ്ട. ഇപ്പൊ അങ്കിളുടെ ആവശ്യം എന്താ? ഞാൻ ഇറങ്ങിപ്പോണം. എന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവാൻ പാടില്ല, അതല്ലേ? ഓക്കെ, ഞാൻ പോവാം. പൊന്നു മോളെ, ഇയാള് പറയുന്നത് കേട്ട് നീ ഇവിടുന്ന് പോവില്ലേ? മോൾ ഇവിടെ ഉണ്ടാവണം. ഇല്ല ആന്റി, മനസ്സിനെ കുത്തി നോവിച്ചിട്ട് അത് കേട്ടില്ലെന്ന് നടിച്ച് എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. ഞാനൊരു സാധാരണ പെണ്ണല്ലേ, എനിക്കുമില്ലേ വേദനിക്കുന്നൊരു മനസ്സ്. മാഡം മോള് വിഷമിക്കണ്ട. മോക്ക് വേണ്ടിയാ അരവിന്ദ് മോൻ ജീവനോട് പൊരുതിക്കൊണ്ടിരിക്കുന്നേ. അവന് വേണ്ടി മോൾ ഇവിടെ നിൽക്കണം. ഇല്ലച്ചാ, സോറി, എനിക്ക് പോണം. മോളെ, മോള് പോവല്ലേ, നിക്ക്. സോറി ആന്റി, എന്റെ ഭർത്താവിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഞാനാണെന്ന് അങ്കിള് പറഞ്ഞില്ലേ. ഇനി ഞാനിവിടെ നിൽക്കുന്നത് ശരിയല്ല.